നമ്മൾ ശ്രദ്ധിച്ച അതേ ഭാഗത്തേക്ക് തന്നെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മള് എഫേസ്യ ലേഖനത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ചിന്താഗതിയിൽ എനിക്കതൊരു വലിയ എന്താ പറയുന്നത്, എല്ലാവർക്കും അതിനോടൊരു വലിയ സന്തോഷം, എൻജോയ്മെന്റ് തോന്നിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് നിങ്ങളുടെ റെസ്പോൺസിൽ വളരെ നന്നായിരുന്നു എന്നും വളരെ അനുഗ്രഹമായിരുന്നു എന്ന് അറിഞ്ഞതില് കർത്താവിനെ സ്തുതിക്കുകയും പ്രത്യേകിച്ചുള്ള സന്തോഷം ആ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. കാരണം എഫേസ്യ ലേഖനത്തെക്കുറിച്ചും കൊലോസ്യ ലേഖനത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചപ്പോൾ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു, കൊലോസ്യ ലേഖനം ക്രിസ്തു എന്ന തലയുടെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ, ദ ഗ്ലോറി ഓഫ് മഹത്വത്തെ കുറിച്ച് പറയുമ്പം എഫേസ്യ ലേഖനം പറയുന്നത് ശരീരമാകുന്ന സഭയുടെ വൈശിഷ്ട്യത്തെ കുറിച്ചാണ്. എന്ന് പറയുന്നത് സഭയുടെ മഹത്വമല്ല, മറിച്ച് സഭയുടെ വിശേഷതയെക്കുറിച്ച്, ശരീരത്തിന്റെ വിശേഷതയെക്കുറിച്ച് എഫേസ്യ ലേഖനം പറയുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും പ്രത്യേകതകളുണ്ട്. കൊലോസ്യ പട്ടണവും എഫേസ്യ പട്ടണവും സ്ഥിതി ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്, സ്ഥലമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് പോലെ ലൈക്കസ് വാലിയുടെ തീരത്ത്, ആ കാലത്തെ റോമൻ പട്ടണം അറിയപ്പെടുന്ന റോമൻ പ്രൊവിൻസിൽ ഒന്നായിരുന്നു. വളരെ സാമ്പത്തികമായ ഉന്നമനങ്ങളുള്ളതും വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്ന ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ അവിടേക്ക് കുടിയേറി പാർക്കുകയും യഹൂദന്മാരും യവനന്മാരും ധാരാളം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ റെസിപ്പിയൻസ് ആരായിരുന്നു ഇതിന്റെ, അല്ലെങ്കിൽ ആ സഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ വിഷയത്തിന്റെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക സന്ദർഭങ്ങളോ സന്ദേശങ്ങളോ ഒക്കെ കേൾക്കുവോ, സെമിനാരിയില് മറ്റ് ടീച്ചേഴ്സ് ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോഴ് വളരെ വണ്ടടിക്കാറുണ്ട്. അപ്പൊ അന്നേരം ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പല കാര്യങ്ങൾ. അപ്പൊ ഞാനത് പറഞ്ഞതിനർത്ഥം കേവലം ഒരു ആത്മീകമായ സന്ദേശങ്ങൾ മാത്രമായിട്ട് നമ്മള് ദൈവവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതൊരു ഞായറാഴ്ചത്തെ ആരാധനയില്, ഒരു കുടുംബ പ്രാർത്ഥനയില്, ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ അത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. എല്ലാം വിശദീകരിക്കേണ്ട ആവശ്യങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ ബൈബിൾ സ്റ്റഡി പോലുള്ള ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പശ്ചാത്തലങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് വീണ്ടും നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തി ഈ അടുത്ത് നിന്ന് തുടങ്ങാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ട രണ്ട് മൂന്ന് കാര്യങ്ങളിലെ പ്രധാന വിഷയങ്ങള് ദൈവമക്കൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ അത് മാത്രം പറയാം. പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഒരു ക്രിസ്ത്യാനിയുടെ സമ്പത്ത്. അപ്പൊ നമ്മൾ എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് വാക്ക് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രണ്ട് വാക്ക് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? എഫേസോസിൽ, ക്രിസ്തുവിൽ. അത് മറക്കരുത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എഫേസോസിൽ, ക്രിസ്തുവിൽ. എഫേസോസിൽ, ക്രിസ്തുവിൽ. എന്താ ആ പദത്തിന്റെ അർത്ഥം? That we are in Ephesus, but we are in Christ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയോട്, ഒരു പക്ഷേ എഫേസ്യ സഭയ്ക്ക് മാത്രമായിട്ടായിരിക്കത്തില്ല അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നത്, സാർവലൗകികമായ യൂണിവേഴ്സൽ ചർച്ചസിന് വേണ്ടിയാണ് പൗലോസ് അത് പറയുന്നത്. എങ്കിലും അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എഫേസ്യ സഭയോടാകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്നത് ഇൻ ക്രൈസ്റ്റ് ഇൻ എഫേസസ്, ഇൻ ക്രൈസ്റ്റ് ഇൻ എഫേസസ്, ക്രിസ്തുവിൽ എഫേസോസിൽ. അത് കേൾക്കുമ്പോൾ, മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്കത് ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അത് കേൾക്കുമ്പോൾ ഇൻ ക്രൈസ്റ്റ് ഇൻ എഫേസസ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ദൈവ പൈതലിന്റെ ഡുവൽ ഐഡന്റിറ്റിയാണ് അവിടെ പറയുന്നത്. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്, പക്ഷെ നമ്മൾ താമസിക്കുന്നത് ഭൂമിയിലാണ്. സ്തോത്രം. നിങ്ങള് എന്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യമാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത്. കാരണം നമ്മള് സ്വർഗത്തിലാണ്. വേർ ആർ വി? ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം അതാ. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അത്രയും കാര്യങ്ങളുടെ ആകെത്തുകയാണ് ഞാൻ ഒന്ന് സമറൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേർ ആർ വി? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ എവിടെയായിരിക്കുന്നു? അപ്പൊ നമ്മുടെ ചിന്ത നമ്മൾ ലോകത്തിലാണ്, അല്ലെ? അപ്പോസ്തലനായ പൗലോസും പറയുന്നത് നമ്മൾ ലോകത്തിലാണ്.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവ് നമ്മളെ ലോകത്തിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിലാണെങ്കിലും നമ്മൾ ലോകത്തിന്റെ അല്ല, അല്ലെ? ലോകത്തിലാണെങ്കിലും നമ്മൾ ലോകത്തിന്റെ അല്ല. അതിനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് കൊലോസി ലേഖനം 3-ാം അധ്യായം പറയുമ്പോൾ അപ്പൊ ക്രിസ്തു ഉയരത്തിലാ. അപ്പൊ ദൈവമക്കൾ എവിടാ? ദൈവമക്കള് കർത്താവിനോടുകൂടി ഉയർത്തപ്പെട്ട ദൈവമക്കള് സ്വർഗത്തിലായിരിക്കുന്നത്. സി ദ ഡുവൽ ഐഡന്റിറ്റി. ഇതിന് എങ്ങനെ നമ്മൾ മലയാളത്തിൽ നമ്മുടെ മാനുഷിക വാക്കുകളിൽ ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളത് മനസ്സിലാക്കി എടുത്തേ ഒക്കത്തുള്ളൂ. സോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ സ്വർഗത്തിന്റെയാണ്, നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങളെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. യു ആർ സീറ്റഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക. അപ്പൊ ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ സ്വർഗത്തിൽ. അൺമ്യൂട്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞേ ക്രിസ്തുവിൽ സ്വർഗത്തിൽ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ എഫോസോസിൽ. ക്രിസ്തുവിൽ എഫോസോസിൽ. ഇപ്പൊ നമുക്ക് എഫോസോസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിൽ ബോംബെയിൽ, ക്രിസ്തുവിൽ കോട്ടയത്ത്, ക്രിസ്തുവിൽ ആഗ്രയില്, ക്രിസ്തുവിൽ കാശ്മീരില്. എവിടെയാണോ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. സോ വി ആർ ഇൻ ക്രൈസ്റ്റ് ഇൻ മുംബൈ. അതാണ് സ്തോത്രം. വി ആർ ഇൻ ക്രൈസ്റ്റ്, വി ആർ ഇൻ ദ ഹെവൻ. കർത്താവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു, സ്വർഗത്തിലെത്തിയിരിക്കുന്നു. എന്നേക്കും നമ്മളെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷേ നമ്മളെ ഒരു മരണത്തിന്റെ അകത്തുനിന്ന്, ശവക്കുഴിയിൽ നിന്ന് നമ്മളെ എടുത്ത് ഉയർപ്പിച്ചു. ആ ശവക്കുഴിയെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരുന്നു. 2-ാം അധ്യായം 1 മുതലുള്ള അധ്യായങ്ങളില് പാപം എന്ന ശവക്കുഴിയിൽ നിന്ന് നമ്മളെ എടുത്ത് ഉയർപ്പിച്ച് പിതാവിനോടൊപ്പം സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. സി അതാണ് അതിന്റെ ആ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പം നമ്മൾ ചിന്തിച്ച ചില ഭാഗങ്ങളാണ്. പ്രധാന പ്രതിപാദ്യ വിഷയമാണ് ക്രിസ്തുവിലുള്ള ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിലുള്ള ക്രിസ്ത്യാനിയുടെ സമ്പത്ത്, അല്ലെ? ക്രിസ്തുവിലുള്ള ക്രിസ്ത്യാനിയുടെ സമ്പത്ത്. ദൈവമക്കളെ, ഇതൊക്കെ എനിക്ക് മാത്രമായിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഓവർ എംഫസൈസ് ചെയ്യുവാണോ, അതോ നിങ്ങളോട് അതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള എൻ്റെ ഒരു വ്യഗ്രതയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്കത് ആദ്യമേ മനസ്സിലായിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ പിന്നെയും പറയുക, ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ക്രിസ്തുവിലുള്ള ക്രിസ്ത്യാനിയുടെ സമ്പത്ത്. സോ ഇൻ ക്രൈസ്റ്റ്. ഈ ഒരു പോയിന്റ് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എഫേസ്യ ലേഖനം എന്ന് കേട്ടാൽ അന്നേരം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഒറ്റ വാക്കാണ് ഇൻ ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ. സ്തോത്രം. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി ക്രിസ്തുവിലാ. സ്തോത്രം. ക്രിസ്തുവിൽ നമ്മൾ മറഞ്ഞിരിക്കുക. ഓക്കെ, അത്രയും ചിന്താഗതി അവിടെ വെച്ചോണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ക്രിസ്തുവിലുള്ള ക്രിസ്ത്യാനിയുടെ സമ്പത്ത്. ഒന്ന്, നമ്മൾ കണ്ടത് അനുഗ്രഹങ്ങളുടെ വ്യാപ്തി. അനുഗ്രഹങ്ങളുടെ വ്യാപ്തി. എല്ലാ അനുഗ്രഹങ്ങളും, ആത്മീക അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. ഈ അനുഗ്രഹങ്ങൾ നമുക്ക് എവിടെയാ? സ്വർഗീയ സ്ഥലങ്ങളിലാണ്. ഓക്കെ, ഏതൊക്കെ അനുഗ്രഹങ്ങളാ നമുക്കുള്ളത്? പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെയാണ്. ഇത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആകിയാൽ ഇതൊന്നുകൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാനാ. പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു അത്ഭുത സിദ്ധാന്തമാണ്. 2, അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. തിരഞ്ഞെടുത്തിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു, നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ഓക്കെ, പ്രീ ഡിസ്റ്റൈൻഡ്. അത് 6-ാമത്തെ വാക്യത്തില്. ഇനി 2-ാമത്തേത് പുത്രനായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. 1-7 മുതൽ 12 വരെ. 6 വരെ പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് കണ്ടത്. 7 മുതൽ 12 വരെ പുത്രനായ ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. 1, ഏതൊക്കെ അനുഗ്രഹങ്ങളാ? 1, അവൻ നമ്മെ വീണ്ടെടുത്തു. 2, അവൻ നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. 3, അവൻ ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 4, അവൻ നമ്മെ ഒരു അവകാശമാക്കി തീർത്തിരിക്കുന്നു. സ്തോത്രം. 3-ാമത്തേത് പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ.
അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു, അവൻ നമുക്ക് അച്ചാരം തന്നിരിക്കുന്നു, മുൻകൂർ പണം തന്നിരിക്കുന്നു, ടോക്കൺ അഡ്വാൻസ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നിരിക്കുന്നു, അല്ലെ? ഡൗൺ പേയ്മെന്റ്. അപ്പൊ ഇത്രയും ആയ സ്ഥിതിക്ക് നാം എന്തായി തീരണം? ഒന്ന്, നാം ദൈവത്തെ അറിയണം. 1:17 നാം ദൈവത്തെ അറിയണം. 2, ദൈവത്തിന്റെ വിളി നാം അറിയണം. 3, ദൈവത്തിന്റെ ധനമഹാത്മ്യം നാം അറിയണം. അടുത്തത്, ദൈവത്തിന്റെ അപ്രമേയ ശക്തി നാം അറിയണം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വാക്യങ്ങൾ തന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് വാക്യങ്ങളൊന്നും എടുത്ത് പറയാത്തത്. സ്തോത്രം. ആ ഭാഗം അവിടെ ഞാൻ അങ്ങ് വിടുകയാണ്. സ്തോത്രം. അപ്പം മനുഷ്യനെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗത്തേക്ക് വരുന്നതിന്റെ പ്രധാനമായി മനുഷ്യനെ അവന്റെ അനുസരണക്കേടിൽ പ്രോത്സാഹിപ്പിക്കുന്ന 3 ശക്തികളുണ്ട്. അത് 1 ലോകം, 2 പിശാച്, 3 ജഡം. ഇത്രയും കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ആ ഭാഗവും അവിടെ വിടുകയാണ്. കാരണം ഇന്ന് ആ ഭാഗമല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയിരുന്നതും സംസാരിക്കാൻ കഴിയാതെ പോയതുമായ ഭാഗമാണ് നാം എവിടെ ആയിരിക്കുന്നു എന്ന കാര്യം നാം ഓർക്കണം. അതായത് നാം ഒരു യുദ്ധക്കളത്തിലാണ് എന്ന കാര്യം നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി അന്ന് ഞാൻ ഷെയർ ചെയ്തതുപോലെ ഇന്ന് ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആരെങ്കിലും എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒരു സെക്കൻഡത്തിലേക്ക് ഞാൻ ഇട്ടേക്കാം. ഒന്ന് നോക്കിയേക്കൂ. ഓക്കെ. പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങള്, പുത്രനായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങള്, 3ാമത് പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങള്. നാം ദൈവത്തെ അറിയണം. ഓക്കെ. ഇനി 6:10 മുതൽ 24 വരെ ഇതായിരുന്നു നമ്മുടെ പ്രധാനമായ ചിന്താ വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതും നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതുമായ ഭാഗങ്ങൾ. ഇത് വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ. I am really sorry for that. ഓക്കെ. സോ നമ്മളൊരു ആത്മീക യുദ്ധത്തിലാണ്. ദൈവം തന്റെ കൃപയും ജ്ഞാനവും പ്രകടമാക്കിയത് എങ്ങനെയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ വിശദീകരിച്ചു. അപ്പോൾ ക്രിസ്തുവിൽ വളരുമ്പോൾ വിശ്വാസികൾ പരസ്പരം ബന്ധപ്പെടുന്ന സമൂലമായ പുതിയ രീതിയിലൂടെ സഭ ഇതിന് സാക്ഷ്യം വഹിക്കണം. അവർ ലോകത്തിൽ വെളിച്ചമായി സേവിക്കുന്ന ഒരു മാർഗമാണിത്. ഇത് പറയുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യാതെ നിങ്ങളുടെ മുഖം ഒന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതെന്നെ അങ്ങനെ പറഞ്ഞ എന്നാന്നറിയാമോ? ഈ എഫേസ്യ ലേഖനത്തിന്റെ ഏറ്റവും കാതലായിരിക്കുന്ന വിഷയം ക്രിസ്തുവിൽ ഒരു വിശ്വാസിയുടെ സമ്പത്തിനെ കുറിച്ചൊക്കെ പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വൺനെസ്, യൂണിറ്റി, ഏകത. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ കൂടെ വിശ്വാസികളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എളുപ്പം നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരുന്ന, ഏറ്റവും അങ്ങേയറ്റം ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ജാതി വേർതിരിവുകളില്ലാതെ, അല്ലെ? ജാതി വേർതിരിവുകളില്ലാതെ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീരുക എന്നുള്ളതായിരിക്കാം
ഏറ്റവും ലിബറലായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഏകത അല്ലെങ്കിൽ യൂണിറ്റിക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്. അത് പറയാനല്ല ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഏകത എന്ന് പറയുന്നത് കേവലം മാനുഷികമായ രീതിയിൽ നമ്മൾ കാണുന്ന സ്ത്രീയും എന്നില്ല, പുരുഷൻ എന്നില്ല, യജമാനൻ എന്നില്ല, അടിമ എന്നില്ല, ഉള്ളവനെന്നില്ല, ഇല്ലാത്തവൻ എന്നില്ല, അങ്ങേയറ്റത്ത് സിറിയൻ ക്രിസ്ത്യൻ എന്നൊരാളില്ല, അല്ലാത്തവർ ഒന്നില്ല. ഇത്രയും വരെയൊക്കെ ആയിരിക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഇത് പറയുമ്പോഴത്തേക്കിന് ഒരു ദുഃഖം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവരും ഒക്കെ എത്ര യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാലും ഒരു പരിധി വരെ ഇതൊക്കെ നമ്മളെ ശക്തമായി ഭരിക്കുന്ന ഘടകങ്ങളാണ്, ഇല്ലേ? ഞാൻ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത് പറയാതെ എഫേസ്യ ലേഖനം പറയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. എഫേസ്യ ലേഖനം മനസ്സിലാക്കണമെങ്കിൽ ഇത് പറയാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. റോമാ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒറ്റ ഗ്രൂപ്പ് മനുഷ്യരുണ്ട്. റോമാ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് രണ്ട് മനുഷ്യര്, രണ്ട് തരം മനുഷ്യര്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നുകൂടെ ഞാൻ പറയാം. അത് സ്ത്രീയെന്നും പുരുഷനെന്നും അല്ല, മുമ്പ് പറഞ്ഞതുപോലെ ഇല്ലാത്തവനും ഉള്ളവനെന്നുള്ളതല്ല, പാസ്റ്ററും വിശ്വാസി എന്നല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന രണ്ട് മനുഷ്യരേ ഉള്ളൂ. അതൊന്ന് ക്രിസ്തുവിൽ ഉള്ളവരും ക്രിസ്തുവിൽ അല്ലാത്തവരുമാണ്. സ്തോത്രം. ഇതൊരു ഭയങ്കര കാതലായ, ഭയങ്കര കോറായിട്ടുള്ള, യുണീക്കായിട്ടുള്ള, എന്നാ പറയുന്നത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കിതൊക്കെ ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ ഉള്ളവരും ക്രിസ്തുവിൽ ഇല്ലാത്തവരും രണ്ടു തരം മനുഷ്യരെ ലോകത്തിൽ ഉള്ളൂ. സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു വന്നേ. ക്രിസ്തുവിൽ ഉള്ളവരും ക്രിസ്തുവിൽ അല്ലാത്തവരും എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ കുടുംബം, ഞാനിപ്പോ ആരുടെയെങ്കിലും ഒരാളുടെ പേരെടുത്താൽ, ഇപ്പൊ സുജമാവിടെ പേര് ഞാൻ എടുക്കാം. ഞങ്ങള് അയലോക്കംകാരൊക്കെ ആയതുകൊണ്ട്, ഞങ്ങൾ നാട്ടിൽ അയലോക്കംകാരാ കേട്ടോ, അതിൻ്റെ അകത്ത് നിങ്ങൾ അസൂയപ്പെടുവൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ അയലോക്കംകാരുടെ പേരങ്ങ് എടുക്കുക. അപ്പം ശിവചാന്, സുജമാമ, കുട്ടികള്, ഇതൊരു കുടുംബമാണ്, ഒരു ഫാമിലിയാണ്. അപ്പൊ ആ കുടുംബത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ അകത്തൊരു വേർതിരിവുണ്ടോ? നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവരുടെ കുടുംബത്തിന്റെ അകത്തെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ എടുക്കുക. പ്രായമുള്ള ദൈവദാസന്മാർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്, ദൈവദാസിമാർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പൊ നിങ്ങള് ഒരു തലമുറയും കൂടെ നിങ്ങൾ കണ്ടവരാ, കൊച്ചുമക്കളെയും കൂടെ നിങ്ങൾ കണ്ടവരാ. അപ്പൊ നിങ്ങളുടെ കുടുംബം ഈ കോളാകോട്ട് എന്നുള്ളത് നമ്മുടെ വീട്ടുപേരാണോ? അതെ, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കങ്ങഴയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല, ഞങ്ങളുടെ സ്ഥലവുമായിട്ട്. ഓക്കെ, സോ കങ്ങഴയിൽ കോളാകോട്ട് ഫാമിലി ഉണ്ട്. സോ ഇഫ് ഐ എം റൈറ്റ്ലി കണക്ടിങ് ടു യു, നമ്മളും അയലോക്കംകാരാ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങള് ഫാമിലിയിലെ ഗ്രാൻഡ് പേരൻസ് വരെ ഉണ്ട്. നോക്കണേ, ഇതിൻ്റെ അകത്തൊരു വലിയൊരു ഒരു മർമ്മമാണ് ഞാൻ ഈ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുടുംബത്തില് ഗ്രാൻഡ് പാ, ഗ്രാൻഡ് മാ, മകന്, മകള്, അല്ലെ മകൻ, എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ കൊച്ചുമക്കള്. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നമുക്കൊരു വേർതിരിവില്ല. നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നാം എല്ലാവരും ഒന്നാണ്. ദി യൂണിഫൈഡ് ഫോം ഓഫ് ദ കോളാകോട്ട് ഫാമിലി, യൂണിഫൈഡ് ഫോമാ. അവിടെ അങ്കിള്, ആന്റി, പിള്ളേർ, കുഞ്ഞുങ്ങള്, കൊച്ചുമക്കള്, സോ അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ഒരു ന്യൂക്ലിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇതാണ് യൂണിറ്റി എന്ന ആ ഭവനത്തിന്റെ അകത്ത് അർത്ഥമാക്കുന്നത്. എന്റെ ചോദ്യം, ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിൽ ഉള്ളവർ എന്ന ഒറ്റ ആ ഒരു ആക്സിലിൽ നിൽക്കുമ്പോൾ, ആ ഒരു ഒറ്റ പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേർതിരിവുണ്ടാകാൻ കഴിയും? അതാണ് അതിൻ്റെ അകത്തെ ഒരു ചോദ്യം.
അപ്പൊ നമ്മൾ ഇത് കേവലം മാനുഷിക ലെവലിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് കാണുന്നത് മാനുഷിക ലെവലിൽ മാത്രമല്ല, അതിൻ്റെക്കോൾ അപ്പുറത്തേക്കുള്ള ഒരു ലെവലിലാണ് അപ്പോസ്തലനായ പൗലോസ് കാണുന്നത്. അതെന്താ? സ്വർഗത്തിലുള്ളതും, സ്തോത്രം, ഭൂമിയിലുള്ളതും. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവമക്കളെ അത് കേൾക്കുന്നതില്? ഞാൻ ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രം പറഞ്ഞപ്പോ നമ്മൾ അതിൻ്റെ അകത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് പോവുക. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് കേവലം മനുഷ്യരെ മാത്രം ഒന്നായി. അതാ പൗലോസ് പറയുന്നത്, അവൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. യഹൂദനൊന്നുമില്ല, ജാതിയൊന്നുമില്ല, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിരിക്കുന്നു. സ്തോത്രം. അവിടെ കൊണ്ട് അത് തീരുന്നില്ല. ആ മർമ്മം അവിടെ കൊണ്ട് തീരുന്നില്ല. പൗലോസ് പറയുകയാണ്, അത് അവിടെ കൊണ്ട് തീരുന്നില്ല, മറിച്ച് ഇത് ബൗണ്ടറികളുടെ അപ്പുറത്തേക്ക് പോകുക. ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന മർമ്മം എന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതിനെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ സ്വർഗത്തിലാണ്, ഭൂമിയിലാണ്. നമ്മൾ ഈ സ്വർഗവും ഭൂമി എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് ഡിവൈഡഡ് ആയിട്ട് നമ്മൾ കാണുന്നു. നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ പൗലോസ് പറയുന്നത് സ്വർഗവും ഭൂമി എന്ന് പറയുന്നത് ഒന്നാണ്. സ്തോത്രം. തിയോളജിക്കൽ കോൺട്രവേഴ്സിയിലേക്ക് പോകാനായിട്ടല്ല ഞാൻ പറയുന്നത്. ആ മർമ്മത്തെക്കുറിച്ച് പൗലോസ് പറയുക. സീ ദാറ്റ് യു ആർ ഇൻ ഹെവൻ, യു ആർ ഓൺ ദി എർത്ത്. ക്രിസ്തുവിൽ എഫോസോസിൽ, ക്രിസ്തുവിൽ മുംബൈയിൽ, ക്രിസ്തുവിൽ കോട്ടയത്ത്. അപ്പോൾ ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ടതിന് ഈ ഒരാശയം നിന്നുകൊണ്ട് വേണം ഇനിയുള്ള നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാനായിട്ട്. സ്തോത്രം. പൗലോസ് പറയുന്നത്, അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ ബന്ധിപ്പിക്കപ്പെടുന്ന ഈ സമൂലമായ ഈ ഒരു രീതിയിലേക്ക്, ഒരു പുതിയതിലേക്ക് നാം വളരുകയാണ്. അപ്പൊ ഈ ഒരു പ്രതികൂല അവസ്ഥകളിലും ഈ ഒരു അവസ്ഥകളിലും നമ്മള് ആത്മീക യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത് എന്ന ഭാഗം പറഞ്ഞാണ് പൗലോസ് വരുന്നത്. ഞാൻ ഇനി ഈ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മളൊരു ആത്മീക യുദ്ധകളത്തിൽ വളരെ പ്രതികൂലമായ അന്തരീക്ഷത്തിൽ അവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വസിക്കുന്നവർ സുവിശേഷത്തിന്റെ സത്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആളുകൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആളുകൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് മാറുന്നത് എന്നർത്ഥമാക്കുന്നത് രൂപാന്തരപ്പെടുന്നത് തടയാനും ദൈവവചനം മറ്റുള്ളവർ കേൾക്കുന്നത് തടയാനും ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. ഈ ശത്രുക്കൾ മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ മാംസവും രക്തവും അല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 6:12 പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് വളരെ അസന്നിഗ്ധമായി പൗലോസ് അവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിന്റെ ഘടനയിലൂടെ അവർ എന്ന് പറയുന്നത് ദൈവമക്കൾ, ക്രിസ്തുവിലുള്ള ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. അവർ തങ്ങളുടെ ശക്തിയും അധികാരവും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ആത്മാക്കളാണ്. ക്രിസ്തുവിലായി കഴിയുമ്പോൾ താമസിക്കാതെ ഓരോ വിശ്വാസിയും ക്രിസ്തീയ ജീവിതം ഒരു കളിസ്ഥലമല്ല, മറിച്ച് ഒരു യുദ്ധക്കളമാണെന്ന് മനസ്സിലാക്കുന്നു. കർത്താവിനേക്കാൾ കൂടാതെ തന്നേക്കാൾ ശക്തനായ ഒരു ശത്രുവിനെ ഒരു വിശ്വാസി അഭിമുഖീകരിക്കുന്നു. എനിക്കൊന്ന് ഈ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നതാണ്. സാത്താനുമായുള്ള വിശ്വാസിയുടെ പോരാട്ടം ചിത്രീകരിക്കാൻ പൗലോസ് ഒരു റോമൻ പട്ടാളക്കാരനുമായിട്ട് ഇവിടെ സാദൃശ്യപ്പെടുത്തുകയും താതാത്മ്യപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ വായനക്കാർക്ക് തീർച്ചയായും പടയാളികളെ കുറിച്ചും ഉപയോഗിച്ച ഉപകരണങ്ങളെ കുറിച്ചും പരിചിതമായിരുന്നു. കാരണം സൈനിക ചിത്രങ്ങൾ പൗലോസിന് പ്രിയപ്പെട്ടവയായിരുന്നു. 2 കൊരിന്ത്യർ 10:4, 1 തിമോഥെയോസ് 6:12, 2 തിമോഥെയോസ് 2:3, 4:7 ഒക്കെ റോമൻ പട്ടാളക്കാരോടും അവർ ഉപയോഗിച്ചിരുന്ന
ആയുധങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ പൗലോസ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ ഇപ്പൊ നിർത്തുന്നു, പിന്നീട് നമ്മൾ അവിടേക്ക് മടങ്ങി വരാം. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ 3 ശത്രുക്കളെ അഭിമുഖീകരിക്കുന്നു. ഞാൻ അത് ആദ്യം പറഞ്ഞായിരുന്നു. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ അത് കാണുന്നത്. ലോകം, ജഡം, പിശാച്. ലോകം എന്നത് നമുക്ക് ചുറ്റുമുള്ള ദൈവത്തെ എതിർക്കുന്ന വ്യവസ്ഥിതിയാണ്. ഓക്കെ, സ്തോത്രം. ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എളുപ്പം പറയാറുണ്ട് ലോകം ഒരു ദൈവ പൈതലിന് അനുകൂലമല്ലെന്ന് പറയാറുണ്ട്. ലോകത്തെ കുറിച്ച് നമ്മൾ വിവിധമായ കാഴ്ചപ്പാടുകളാണ് കാണുന്നത്. കോസ്മോസ് എന്ന ഭാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലോകം എന്ന് പറയുന്നത് 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ നമ്മൾ വായിക്കുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെയാണ് ലോകം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഗലാത്യ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവസ്നേഹം ലോകത്തോട് ശത്രുത്വമാണ്, അല്ലെങ്കിൽ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് പറയുന്നത്. ലോകമെന്ന് ഉപയോഗിക്കുന്നത് ദൈവത്തെ കൂടാതെയുള്ള ഒരു വ്യവസ്ഥിതിയാണ്. ഞാൻ കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ഞാൻ വായിച്ചതാണോ എനിക്കറിയത്തില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സോ ഞാൻ എൻ്റെ വാക്കുകളെ എനിക്ക് ഒത്തിരി സൂക്ഷിക്കേണ്ടതുണ്ട്. വെദർ ഞാൻ റോങ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് വാട്ട് ഐ ഹേർഡ് ഓർ വാട്ട് ഐ റെഡ്, ഇപ്പൊ അബോർഷൻ, ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നാൽ അബോർഷൻ എന്നുള്ളത് ഒരുപക്ഷെ ലീഗലായിട്ട് അംഗീകരിക്കാൻ സാധ്യതയില്ല. ഡെമോക്രാറ്റ്സ് പറഞ്ഞെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, എൻ്റെ വായനയിൽ തെറ്റാണോ, ഞാൻ കേട്ടത് ശരിയാണോ. സോ അബോർഷനെ അവര് ലീഗലായിട്ട് അംഗീകരിക്കും എന്ന് പറയാനായിട്ട് ശ്രമിച്ചതായിട്ട് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ബട്ട് ഞാൻ പറഞ്ഞു വന്ന എന്നാണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിനെതിരായി, ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായി, ദൈവ വ്യവസ്ഥകൾക്കെതിരായി രൂപീകരിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥ, ഒരു സിസ്റ്റം, ഈ സിസ്റ്റത്തെയാണ് ലോകം എന്ന് പറയുന്നത്. അടുത്തത് ജഡം. ആദാമിൽ നിന്ന് പാരമ്പര്യമായി നമുക്ക് ലഭിച്ച പഴയ സ്വഭാവമാണ് ജഡം. ദൈവത്തെ എതിർക്കുന്ന ജഡത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആത്മീകമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. തന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ക്രിസ്തു ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ വിജയത്തിനായി പോരാടുന്നില്ല, മറിച്ച് നമ്മൾ നമ്മുടെ വിജയത്തിൽ നിന്ന് പോരാടുന്നു. ദൈവാത്മാവ് വിശ്വാസത്താൽ നമ്മെ ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് പോരാടുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. അപ്പൊ വിജയത്തിൽ നടക്കേണ്ടുന്ന 4 വിഷയങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഇത് ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞു വിട്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ നോട്ടിൽ അത് ഉണ്ടാവും. നമ്മൾ അത് വിശദീകരിച്ചില്ലായിരുന്നു. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഐ തിങ്ക് നമ്മൾ ഈ പോയിന്റുകളായിട്ട് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം നമ്മുടെ ശത്രുവിനെ അറിയണം. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ നാം ദൈവത്തെ അറിയണമെന്ന് പൗലോസ് ആദ്യം തന്നെ നമ്മോട് പറഞ്ഞിരുന്നു. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാം ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവിടേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, ദൈവത്തെ അറിയുന്നത് പോലെ തന്നെ ഒരു ദൈവ പൈതലിന് ശത്രുവിനെ അറിയണം. അവന്റെ ശത്രുവിനെ അറിയണം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാമല്ലോ. നിങ്ങളൊന്ന് വായിച്ചേ. രഹസ്യാന്വേഷണ സേന, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് യുദ്ധത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അത് ശത്രുവിനെ അറിയാനും മനസ്സിലാക്കാനും ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കുന്നു. ശത്രു ആരാണെന്നും അവൻ എവിടെയാണെന്നും അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നും അറിയാത്തിടത്തോളം ശത്രുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇസ്രായേലിന്റെ യുദ്ധം ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത് നമുക്കറിയാം. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് വന്ന ഒരു പരാജയത്തിൽ നിന്നാണ് ഇന്ന് ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്കും ഇത്രയും ഒരു ആൾനാശത്തിലേക്കും ഒക്കെ ഇസ്രായേലിനും എത്തേണ്ടി വന്നത്, മറ്റു രാജ്യങ്ങൾക്കും എത്തേണ്ടി വന്നത്. കാരണം ഒരുപക്ഷെ ഹമാസിനെ, ഞാൻ പലസ്തീന് വേണ്ടിയോ ഇസ്രായേലിന് വേണ്ടിയോ സംസാരിക്കാനല്ല, ഹമാസിനെ ഒരുപക്ഷെ ഇസ്രായേലിന്റെ മൊസാദോ അല്ലെങ്കിൽ ഇന്റലിജൻസോ രഹസ്യാന്വേഷണ സേനയോ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞെന്നിരുന്നിരിക്കാം.
ഒരുപക്ഷെ അവരെ ഒരു വലിയ ശത്രുവായിട്ട് അവർക്ക് കാണാൻ ഒരുപക്ഷെ അവർ ശ്രമിച്ചില്ലായിരിക്കാം. എന്ത് പറഞ്ഞ തല തകർന്നു പോയ ഒരു പാമ്പ് പോലെ ആ വാലെ ആടത്തുള്ളെന്നൊക്കെ ഒരുപക്ഷെ അവര് വളരെ ലാഘവത്തോടെ എടുത്തിരുന്നിരിക്കാം. അതിന്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ അവർ അനുഭവിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു ശത്രുവിനെ, നമുക്കെതിരെയുള്ള നമ്മുടെ ശത്രുവിനെ അറിയാത്തിടത്തോളം കാലം ശത്രുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ മാത്രമല്ല, ബൈബിളിൽ ഉടനീളം ദൈവ ശത്രുവിനെ കുറിച്ച് നമ്മെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഒന്ന്, ശത്രുവിനെ അറിയുക. ശത്രുവിനെ അറിയുന്നതിൻ്റെ അകത്ത് 1, 2, 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ അറിയേണ്ടത്, ശത്രുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ സാത്താന്റെ സഹായികൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിയണം. പൗലോസ് ഇവരെ ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികൾ അല്ലെങ്കിൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്നിങ്ങനെയാണ് വിളിക്കുന്നത്, എന്നിങ്ങനെയാണ് വിവരിക്കുന്നത്. നമ്മുടെ പോരാട്ടം മനുഷ്യർക്കെതിരെ അല്ല എന്നതാണ് പ്രധാന കാര്യം. നിങ്ങൾ ഈ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചേ. ആളുകൾക്കെതിരെ ആകുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ എതിർക്കുന്ന പിശാചിനോട് പോരാടേണ്ടി വരുമ്പോൾ നാം നമ്മുടെ സമയം പാഴാക്കുകയാണ്. ആളുകൾക്കെതിരെ ആകുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ എതിർക്കുന്ന പിശാചിനോട് പോരാടേണ്ടി വരുമ്പോൾ നാം നമ്മുടെ സമയം പാഴാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പട്ടാളക്കാര് യുദ്ധക്കളത്തിലായിരിക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ പട്ടാളക്കാരോടോ അല്ലെങ്കിൽ അവിടുത്തെ ടെററിസ്റ്റുകളോടോ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ഒരേ മനസ്സോടെ, ഒരേ കാഴ്ചപ്പാടോടെ, ഒരേ ബലത്തോടെ, ഒരൊറ്റ ചിന്താഗതിയോടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തമ്മിലുണ്ടാകുന്ന ആശയക്കുഴപ്പ നിമിത്തം അവര് തമ്മിൽ സംസാരിച്ചോ, അവര് തമ്മിൽ വഴക്കിട്ടോ, അവര് തമ്മിൽ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻസ് ഗ്യാപ്പ് ഉണ്ടാക്കിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു വിജയിക്കുന്നു, നമ്മൾ തോറ്റുപോകുന്നു. നമ്മുടെ സമയത്തെ നമ്മൾ പാഴാക്കുകയാണ്. 78-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നൊരു വാക്യമുണ്ട്, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. വളരെ പരിതാപകരമായ ഒരു സന്ദേശമാണ് അവിടെ ദൈവാത്മാവ് പറയുന്നത്. കാരണം യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ട സന്ദർഭത്തെ കുറിച്ച് അത് പറയുന്നത്. യുദ്ധം ജയിക്കുമെന്ന് തോന്നി, അവരുടെ കാര്യം സാധിച്ചു പോയി എന്നവർക്ക് തോന്നിയ സമയത്താണ് നിന്ന നിപ്പിൽ ആയുധം ധരിച്ച വില്ലാളികളായി എഫ്രീമ്യര് പിന്തിരിഞ്ഞു പോകുന്നത്. പെട്ടെന്ന് നിർത്തിയിട്ട് അവര് ഉണ്ടായ കൺഫ്യൂഷന്റെ പേരിലോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയുടെ പേരിലോ സംഭവിക്കുന്നത്. ഫലം എന്തു പറ്റി? യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ഇത് നമ്മൾ മനസ്സിലാക്കണം. എഫേസസിലെ പൗലോസിന്റെ ശുശ്രൂഷയുടെ കാലത്ത് സഭയെ നശിപ്പിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വലിയ കലാപം നടന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ദെമേത്രിയോസും കൂട്ടാളികളും മാത്രമല്ല ഈ കലാപം ഉണ്ടാക്കിയത്. കാരണം അവർക്ക് പിന്നിൽ സാത്താനും അവന്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നു. തീർച്ചയായും പൗലോസും സഭയും പ്രാർത്ഥിച്ചു, എതിർപ്പ് നിശബ്ദമായി. മക്കളെ, ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ദൈവസഭയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പിമ്പിൽ 2 വ്യക്തിത്വങ്ങളെ ചിലപ്പോൾ നമുക്ക് പോയിന്റ് ചെയ്യാൻ എളുപ്പം. പക്ഷെ നമ്മൾ ഈ 2 വ്യക്തിത്വങ്ങളിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തു പോകണം. അതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന സാത്താന്റെ സഹായികൾ, അത് നമ്മൾ മനഃപൂർവ്വം തമസ്കരിക്കുകയാണ്, അത് നമ്മൾ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് ഡെമേട്രിയസ് ആൻഡ് ഹിസ് കമ്പനി, ബട്ട് ഇറ്റ് വാസ് സൈറ്റാൻ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. സി, ആത്മീകരായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആത്മീകനായിരിക്കുന്ന ഒരു ലീഡറിന്, ആത്മീകരായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈസി ആയിട്ട് വിവേചിക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല,
See, you are on a wrong battleground. Unnecessarily that you are fighting against your fellow human beings. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ നോക്കിക്കേ, നാം വഴക്കുണ്ടാക്കുന്ന സമയത്ത്, പക വെക്കുന്ന സമയത്ത്, പിണക്കം വെക്കുന്ന സമയത്ത്, നാം ദേഷ്യപ്പെട്ട് സമയം കളയുന്ന സമയത്ത് അൺനെസസറി ആയിട്ട് നാം നമ്മുടെ സമയം പാഴാക്കുകയാ. കാരണം നാം മനഃപൂർവ്വം അറിഞ്ഞോ അറിയാതോ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ദേ ആർ മിയർ ഹ്യൂമൻ ബീങ്സ്. അവർ നമ്മുടെ ശത്രുക്കളെ അല്ല, അവരുടെ പിൻപിൽ പ്രവർത്തിക്കുന്ന സാത്താനും അവന്റെ സഹായികളുമാ. സഭ പ്രാർത്ഥിച്ചു, ആ പ്രശ്നം ഇല്ലാതെയായി മാറി. അപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പോരാട്ടമുണ്ട്. അത് മനുഷ്യരല്ല എന്ന കാര്യം പൗലോസ് വീണ്ടും നമ്മളെ ഓർപ്പിക്കുക. ഓക്കെ, ഇനി ഒന്ന് സാത്താന്റെ സഹായികള്, രണ്ട് സാത്താന്റെ കഴിവുകൾ. അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് സാത്താന്റെ കഴിവുകൾ. സാത്താൻ ശക്തനായ ഒരു ശത്രുവാണെന്നും അവനെതിരെ നിലകൊള്ളാൻ നമുക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണെന്ന് പൗലോസ് നൽകിയ ഉപദേശങ്ങൾ നമ്മൾ കണ്ടു. പിശാചിന്റെ ശക്തിയെ ഒരിക്കലും വില കുറച്ച് കാണരുത്. അവനെ സിംഹത്തോടും മഹാസർപ്പത്തോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് വിനോദത്തിനു വേണ്ടിയല്ല. മനസ്സിലായോ? മഹാസർപ്പമെന്നും കടിച്ചു കീറുന്ന സിംഹമെന്നും പിശാചിനെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനോദത്തിന് വേണ്ടിയല്ല. എന്ന് പറഞ്ഞ ഒരു കുഞ്ഞാടിന്റെ കൂട്ടത്തിൽ കളിക്കുന്ന ഒരു കുട്ടിയെ പോലെ അല്ല സിംഹത്തെയും മഹാസർപ്പത്തോടും കൂടെ നേരിടേണ്ടി വരുന്നത്. അവന്റെ കഴിവുകൾ വളരെ വലുതാണെന്ന് നാം മനസ്സിലാക്കണം. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ മേൽ പിശാചിന് എത്രത്തോളം തിന്മ ചെയ്യാൻ കഴിയും, വസ്തുവകകളോട് എത്രത്തോളം തിന്മ ചെയ്യാൻ കഴിയും, സുഹൃത്തുക്കളോട് എത്ര വലിയ തിന്മ ചെയ്യാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആകമാനമായ ജീവിതത്തെ ബാധിക്കുവാൻ കഴിയുന്ന ശക്തി ശത്രുവിനുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 10:10, കൊല്ലുവാനും മോഷ്ടിക്കുവാനും അറുപ്പാനും നശിപ്പിപ്പാനുമാണ് സാത്താൻ വരുന്നത് എന്ന്. കുലപാതകൻ എന്നാണ് സാത്താനെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ അവന്റെ ശക്തിയെ കുറിച്ച് നാം അറിയണം. ഓർക്കുക, സാത്താൻ ശക്തൻ മാത്രമല്ല, അവൻ ജ്ഞാനിയും കൗശലക്കാരനുമാണ്. അതിനാൽ നാം പിശാചിന്റെ കുതന്ത്രങ്ങൾക്കെതിരെ പോരാടുകയും വേണം. ക്രിസ്ത്യാനികൾക്ക് ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അജ്ഞനായിരിക്കാൻ കഴിയത്തില്ല. 2 കൊരിന്ത്യർ 2:11 പൗലോസ് പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ചില മനുഷ്യർ കൗശലക്കാരും വഞ്ചിക്കാൻ പതിയിരിക്കുന്നവരുമാണ്. എഫേസ്യർ 4:11. എന്നാൽ അവരുടെ പിന്നിൽ കപട വഞ്ചകനായ സാത്താനുണ്ട്. അവൻ വെളിച്ച ദൂതനെ പോലെ വേഷം മാറി ദൈവത്തിന്റെ സത്യത്തിലേക്കുള്ള മനുഷ്യരുടെ മനസ്സിനെ അന്ധമാക്കാൻ ശ്രമിക്കുന്നു. പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് മല്ല് കെട്ടുക അല്ലെങ്കിൽ ഗുസ്തി പിടിക്കുക എന്ന വാക്ക്. അതിനർത്ഥം എന്താ? നമ്മളൊരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുക. നമ്മൾ ഈ കളിയിലെ കേവലം കാഴ്ചക്കാരല്ലെന്ന് പൗലോസിന്റെ ഈ വാക്കുകളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പിന്നെയും 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 നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. സ്തോത്രം. നമ്മെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ ബാഹ്യ ശത്രുവായ ലോകത്തെയും നമ്മുടെ ആന്തരിക ശത്രുവായ ജഡത്തെയും ഉപയോഗിക്കാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. നമ്മെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ ബാഹ്യ ശത്രുവായ ലോകത്തെയും നമ്മുടെ ആന്തരിക ശത്രുവായ ജഡത്തെയും സാത്താൻ ഉപയോഗിക്കുന്നു. 3 കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാ? ലോകം, ജഡം, പിശാച്. ഈ 3 ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഏത്? ബാഹ്യ ശത്രുവായ ലോകം, ആന്തരിക ശത്രുവായ ജഡം, അവര് ഉപയോഗിക്കുന്ന സാത്താൻ. സോ അവന്റെ ആയുധങ്ങളും യുദ്ധ പദ്ധതികളും ശക്തമാണ്. ഈ പടം നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിക്കേ. ഹെൽമെറ്റ് കണ്ടോ? സാൽവേഷൻ. ബ്രസ്റ്റ് പ്ലേസ് കണ്ടോ? റൈച്ചസ്നസ്. വാള് കണ്ടോ? ആത്മാവിന്റെ. ഓക്കെ, ബെൽറ്റ് കണ്ടോ?
ട്രൂത്ത്, സത്യം എന്നത്. പരിച കണ്ടോ, ഫെയ്ത്ത്, വിശ്വാസം എന്നത്. കാലിന് ചെരുപ്പ് കണ്ടോ, സുവിശേഷം എന്നത്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പിക്ചറാണ്. ഇത് മനസ്സിൽ നിൽക്കട്ടെ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നാം അറിയേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശത്രുവിനെ നാം അറിയണം. നിങ്ങൾ എന്റെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നമ്മുടെ ശത്രുവിനെ നമ്മൾ അറിയണം. ഇതുവരെ നമ്മൾ കണ്ടത് അതാണ്. അപ്പൊ ശത്രുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളാണ്? സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും നിങ്ങളെ കൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് ഈ ഒരു ഭാഗത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മൾ അറിയേണ്ടത്, രണ്ടാമത്തെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ആയുധങ്ങളെ കുറിച്ച് അറിയണം. ആത്മലോകത്തിലെ ശത്രുക്കൾക്കെതിരെ നമ്മൾ പോരാടുന്നതിനാൽ പ്രത്യേക ആയുധങ്ങൾ ആവശ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി മുഴുവനുമുള്ള ഈ ആയുധങ്ങളെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒരു ഭാഗവും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. സാത്താൻ കാവൽ രഹിതമായ പ്രദേശത്തിനായിട്ട് തിരയുന്നു. കവചം ധരിക്കാനും ആയുധങ്ങൾ എടുക്കാനും സാത്താനെ നേരിടാനും പൗലോസ് തന്റെ വായനക്കാരോട് കൽപ്പിച്ചു. അപ്പൊ നിങ്ങൾ ആ പടത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ വന്നേ. ഓക്കെ, ഈ ഒരു പടത്തിന്റെ അകത്ത് ഒരു പടയാളിയുടെ ശരീരം നേക്കഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ, ശത്രുവിന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ, കൊന്നുകളയുവാൻ, അനായാസം നിഷ്പ്രയാസം കൊന്നുകളയുവാൻ കഴിയുന്ന രീതിയിൽ വെളിവായിരിക്കുന്ന ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒരു പടയാളിയുടെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ റോമൻ പട്ടാളക്കാരന്, റോമൻ പടയാളിക്ക് കൊടുത്തിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ തുകലുകൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ച കുറച്ച് ഭാഗങ്ങൾ, ബ്രസ്റ്റ് പ്ലേസ് പോലുള്ള ഭാഗങ്ങളൊക്കെ ഇരുമ്പ് പോലെ ലോഹ തകിടുകൾ കൊണ്ടോ ചങ്ങലകൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കാരണം ശത്രുവിന്റെ ഓരോ ആയുധവും അനായാസേന ഈ ശരീരത്തിൽ എവിടെയും പ്രവേശിക്കാനോ കൊള്ളുവാനോ പെട്ടെന്ന് പൊടുന്നനവെ മരണം സംഭവിക്കുവാനോ പാടില്ലെന്ന് റോമൻ ഭരണാധികാരികൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ചോണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളോട് പറയുന്നത്, നാം നമ്മുടെ ആയുധങ്ങളെ നാം എടുക്കണം. നമുക്ക് തന്നിരിക്കുന്ന കവചങ്ങളെ നമ്മൾ എടുക്കണം. പടച്ചട്ടയും ആയുധങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നാം ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ നാം നമ്മുടെ ആയുധങ്ങൾ അറിയണം. ഒന്നാമത്തെ ആയുധം ഏതാ? സത്യം എന്ന അരക്കെട്ട്. 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം. എന്താ ഈ സത്യം എന്ന അരക്കെട്ട്? സാത്താൻ ഒരു നുണയനാണ്, എന്നാൽ ഭോഷ്കിന്റെ അപ്പന. എന്നാൽ സത്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വിശ്വാസി അവനെ പരാജയപ്പെടുത്തും. വിജയിയായ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സത്യമാണ് സമന്വയിപ്പിക്കുന്ന ശക്തി. സത്യം. നിഷ്കളങ്കനായ ഒരു മനുഷ്യന് വ്യക്തമായ മനസാക്ഷിയോടെ ശത്രുവിനെ ഭയമില്ലാതെ നേരിടുവാൻ കഴിയും. അരക്കെട്ടിൽ വാള് ചേർത്ത് വെച്ചിരിക്കുന്നു. നാം സത്യം പരിശീലിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ സത്യത്തിന്റെ വാളെടുത്ത് പ്രയോഗിക്കാൻ കഴിയത്തില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നുണ വന്നാൽ എല്ലാം അവിടെ തകരാൻ തുടങ്ങുന്നു. അസത്യം വന്നാൽ എല്ലാം അവിടെ തകരാൻ തുടങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് സത്യം എന്ന നമ്മുടെ ഒന്നാമത്തെ ആയുധം. രണ്ടാമത്തെ നമ്മുടെ ആയുധം നീതി എന്ന കവചം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നീതി എന്ന കവചം, ലോക തകിടുകളോ ചങ്ങലകളോ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കവചം കഴുത്ത് മുതൽ അരക്കെട്ട് വരെ ശരീരത്തെ മുന്നിലും പിന്നിലും മറച്ചിരുന്നു. ഇത് ക്രിസ്തുവിലുള്ള വിശ്വാസിയുടെ നീതിയെയും ക്രിസ്തുവിലുള്ള അവന്റെ നീതിനിഷ്ഠമായ ജീവിതത്തെയും പ്രതീകപ്പെടുത്തുന്നു. സാത്താൻ കുറ്റാരോപിതനാണ്. എന്നാൽ ആത്മാവിന്റെ ശക്തിയിൽ ദൈവിക ജീവിതം നയിക്കുന്ന വിശ്വാസിയെ കുറ്റപ്പെടുത്താൻ അവന് കഴിയില്ല. നാം ജീവിക്കുന്ന ജീവിതം ഒന്നുകിൽ സാത്താന്റെ ആക്രമണങ്ങൾക്കെതിരെ നമ്മെ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മെ പരാജയപ്പെടുത്തുന്നതിന് അവന് എളുപ്പമാകുന്നു. സാത്താൻ കുറ്റപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന്റെ നീതി വിശ്വാസിക്ക് രക്ഷ ഉറപ്പ് നൽകുന്നു. ഓക്കെ. 3,
സുവിശേഷത്തിനായിട്ടുള്ള ചെരുപ്പ്. അപ്പൊ ഒരു റോമൻ പട്ടാളക്കാരന്റെ യുദ്ധത്തിന് മികച്ച അടിത്തറ നൽകുന്നതിനായി കാലിൽ ആണികളുള്ള ചെരുപ്പുകൾ അവർ ധരിച്ചിരുന്നു. ഇത് ഫുട്ബോൾ കളിക്കുന്ന ബൂട്ട്സ് ഇടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതിന്റെ അടിയിൽ അവർക്ക് ആണി പോലെയുണ്ട്. അതുപോലെ സ്പ്രിന്റിങ്ങിന്, ഓട്ടത്തിനുള്ളവരുടെയൊക്കെ ഷൂവിന്റെ അടിയിൽ ആണികൾ പോലെയുണ്ട്. കാരണം ഒരു പ്രാവശ്യം അവർ ചവിട്ടിയാൽ അവരുടെ കാൽ അവിടുന്ന് ഇളകാൻ പാടില്ല. ആ ചവിട്ടുന്നിടത്ത് ആണികൾ മണ്ണിലേക്ക് ഉറച്ചിട്ട് ബലമായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ സുവിശേഷത്തിനായിട്ടുള്ള ചെരുപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വീണുപോയ ലോകവുമായി സമാധാനത്തിന്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നാം ഓരോ ദിവസവും തയ്യാറാകണം. ഏറ്റവും വിജയിച്ച ക്രിസ്ത്യാനി ഒരു സാക്ഷി ക്രിസ്ത്യാനിയാണ്. എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് ചെയ്യുന്ന ക്രിസ്ത്യാനിയാണ്. അവന്റെ സ്വന്തം സാക്ഷ്യ നിമിത്തം ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും വിജയിച്ച ക്രിസ്ത്യാനി. നാം സുവിശേഷത്തിന്റെ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ യെശയ്യാവ് 52:7 റോമർ 10:15 പരാമർശിച്ചിരിക്കുന്ന മനോഹരമായ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്ന് പറഞ്ഞിരിക്കുന്ന മനോഹരമായ പാതകൾ നമുക്കുണ്ട്. സാത്താൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നമ്മൾ സമാധാനത്തിന്റെ അംബാസിഡർമാരാണ്. അതുപോലെ നമ്മൾ എവിടെ പോയാലും സമാധാനത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. ഇത് പൗലോസ് 2 കൊരിന്ത്യർ 5:18-21 വാക്യങ്ങളിൽ പറയുന്ന റെക്കൺസിലിയേഷൻ, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, നിരപ്പിന്റെ ശുശ്രൂഷ. നിരപ്പിന്റെ ശുശ്രൂഷ. സ്തോത്രം. ഇതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ, ഞാൻ ഒരു പേപ്പറും പേനയൊന്നും കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സി, ഇപ്പൊ പിതാവായ ദൈവം, ക്രിസ്തു, കുരിശ്. പിതാവായ ദൈവം, ക്രിസ്തു എന്നുള്ളിടത്ത് നിങ്ങൾ കുരിശിനെ കുറിച്ച്, പിന്നീട് ലോകം. അപ്പൊ പിതാവായ ദൈവം, ക്രിസ്തു, ഈ ലോകം. ഒരു ക്രിസ്ത്യാനിയുടെ, ക്രിസ്തുവിലായ ക്രിസ്ത്യാനിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ശുശ്രൂഷ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഷാലോം നിങ്ങൾ എപ്പോഴും പറയുന്ന വാക്കുകൾ, ഞാൻ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണേ. ഞാനൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു, അതർവൈസ് ആയി. സി, അപ്പൊ ഒരു ക്രിസ്ത്യാനിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈ ദൈവമില്ലാതെ ക്രിസ്തുവിലാകാത്ത ഈ ജനത്തിനെ ആദ്യം ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോ, ഒരാരോ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതാ. നേരെ പിതാവിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. വി കനോട്ട്. നമുക്ക് അങ്ങനെ നേരെ ഒരു പാപിയെ ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. സോ വി ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വി നീഡ് ടു ബ്രിങ് ദം ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്കാണ് ആദ്യം കൊണ്ടുവരുന്നത്, പിന്നെ ക്രിസ്തുവിൽ നിന്നാണ് പിതാവിലേക്ക് പോകുന്നത്. അപ്പൊ നിരപ്പിന്റെ ശുശ്രൂഷ, ഹിന്ദിയിൽ നമ്മൾ പറയുന്ന മേൽമിലാവിന്റെ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, പിതാവായ ദൈവത്തോട് ഉള്ള ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം നമ്മൾ അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സമാധാനത്തിന്റെ റെക്കൺസിലിയേഷൻ, മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ ആണ് ദൈവസഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആത്മീക യുദ്ധക്കളത്തിലായിരിക്കുന്ന നാം സമാധാനത്തിനായുള്ള ചെരുപ്പ് നാം ധരിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ശത്രുവിനെതിരെ പോരാടാൻ കഴിയത്തില്ല എന്ന ഭാഗം അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കും. ഓക്കെ, അടുത്തത് വിശ്വാസം എന്ന കവചം. ഇത്രയും വലിപ്പം മതിയോ, അതോ ഫുൾ സ്ലൈഡിൽ ഇടണമോ? കാണാമോ? ഫുൾ സ്ലൈഡ് ആയിരുന്നു നല്ലത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് വിശ്വാസം എന്ന കവചം. നോക്കിക്കേ, സാധാരണയായി ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. നിങ്ങൾ വളരെ അറ്റൻഷനായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഈ കവചം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ആ പടവും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പടത്തിലും യഥാർത്ഥ റോമൻ പട്ടാളക്കാരന്റെ കവചം കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണേ. സാധാരണയായി റോമൻ പടയാളികളുടെ കവചം വളരെ വലുതായിരുന്നു.
മരം കൊണ്ട് നിർമ്മിച്ചതും കടുപ്പമുള്ള തുകൽ കൊണ്ട് പൊതിഞ്ഞതുമാണ് കവചം. എന്നെ നമ്മൾ അതിന് പറഞ്ഞ പരിച. ഓക്കെ, പൊതിഞ്ഞതുമാണ്. പട്ടാളക്കാരൻ അവൻ തന്റെ മുമ്പിൽ അത് പിടിക്കുമ്പോൾ ആ പട്ടാളക്കാരനെ കുന്തങ്ങളിൽ നിന്നും അമ്പുകളിൽ നിന്നും തീപ്പന്തങ്ങളിൽ നിന്നും രക്ഷിച്ചു. അപ്പൊ ആ കാലത്ത് യുദ്ധത്തിന്റെ അകത്തൊരു മുറയായിരുന്നു അമ്പും വില്ലും കൂടാതെ പന്തം തീ കത്തിച്ചിട്ട് പന്തം എറിയുക. അപ്പോൾ ഈ പരിചയ്ക്ക് എന്ത് സ്ഥാനമുണ്ടായിരുന്നു യുദ്ധത്തിൽ എന്ന് നമ്മൾ കാണണം. നമ്മൾ ആകപ്പാടെ പരിച കണ്ടേക്കുന്നത് കളരിപ്പയറ്റിന്റെ അകത്ത് വാളും പരിചയും, വാള് കൊണ്ട് വെട്ടുമ്പോ തടയുന്ന ഒരു സാധനം മാത്രമായിട്ട് നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പുരാണ കഥകളിലോ ഹിസ്റ്റോറിക്കൽ മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഒരു പക്ഷെ പരിചയം എന്ന് പറഞ്ഞാൽ അമ്പിനെ തടയുന്ന ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ പരിചയം കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ കേവലം ചെറുതായിട്ട് കുറഞ്ഞു കാണിക്കാനായിട്ടുള്ളതല്ല ഈ പരിച. ഈ പരിചയം എന്ന് പറയുന്നത് ഈവൻ തീപ്പന്തങ്ങളെ വരെ, സ്തോത്രം, തീപ്പന്തങ്ങളെ വരെ തടയുന്നതായിരുന്നു റോമൻ പട്ടാളക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന പരിച. തടി കൊണ്ട് നിർമ്മിച്ചിട്ട്, കട്ടിയുള്ള തടി കൊണ്ട് നിർമ്മിച്ചിട്ട് കട്ടിയുള്ള തുകല് കൊണ്ട് പൊതിഞ്ഞ ഒരു കവചമായിരുന്നു. ഇനി ഈ കവചങ്ങളുടെ അരികുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മുഴുവൻ സൈനികർക്കും കവചങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച ഉറച്ച മതിൽ പോലെ ശത്രുവിലേക്ക് നീങ്ങുവാൻ കഴിയുന്ന വിധത്തിലാണ്. മനസ്സിലായോ? ഇങ്ങനെ നമ്മുടെ ഈ കൈ രണ്ടുപേരിലും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൈകൾ തമ്മിൽ ഒരിക്കലും ചേരുകയല്ല. കാരണം നമ്മുടെ നീളമുള്ള വിരലുകൾ തമ്മിൽ മുട്ടിക്കഴിയുമ്പോൾ അത് അവിടെ നിൽക്കുകയില്ല, യോജിപ്പില്ല, ഇതിന് വിടവുകളുണ്ട്, അല്ലെ? എന്നാൽ മറിച്ച് നമ്മൾ ഇങ്ങനെ കൈവെക്കുകയാണെങ്കിലോ, എന്നിട്ട് നമ്മൾ അകത്തോട്ടൊന്ന് നോക്കിക്കേ, നമ്മുടെ ഈ കൈകൾ, നമ്മുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നമ്മൾ ഈ കൈകൾ വിടർത്തിയെന്ന് പറഞ്ഞാലും ഇതിനിടയ്ക്ക് ഗ്യാപ്പില്ല. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇറ്റ് ക്യാൻ ബി ജോയിൻഡ്, ഗ്ലൂഡ് എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ജോയിൻഡ് ഓർ ഗ്ലൂഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പോകുക. സ്തോത്രം. ഇനി നിങ്ങളൊന്ന് നിങ്ങളുടെ ആ മനോമുകുരത്തിലേക്ക് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റുമോ? ഒരു റോമൻ പട്ടാളക്കാരന്റെ കയ്യിലുള്ള പരിച, നടുക്ക് നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ പരിചയുടെ സൈഡ് ഇങ്ങനെ വെട്ടുള്ള പരിച, രണ്ട് സൈഡിലും ഇങ്ങനെ വെട്ടുള്ള പരിച. അപ്പുറത്തെ പട്ടാളക്കാരന്റെ കയ്യിലിരിക്കുന്ന പരിചയ്ക്കും ഇതേപോലെ വെട്ടുണ്ട്. അവസാനം ശത്രുവിനെതിരെ യുദ്ധത്തിന് അവർ നിൽക്കുമ്പോൾ ഈ രണ്ട് പരിചകൾ തമ്മിൽ അവർ ചേർത്ത് വെക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പരിചകൾ തമ്മിൽ ചേർത്ത് നിൽക്കുമ്പോൾ ഇതൊരു മതില് പോലെ നിൽക്കുന്നു, ഉറച്ച മതില് പോലെ. See how beautiful the picture that Paul makes here. അപ്പോസ്തലനായ പൗലോസ് ഒരു റോമൻ പട്ടാളക്കാരനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് പട്ടാളക്കാരൻ ധരിക്കുന്ന കവചങ്ങളും ആയുധങ്ങളും ഒക്കെ നിർത്തിയിട്ട് ഒരു വിശ്വാസിയോട് പറയുകയാണ്, യു ഷുഡ് ബി ലൈക്ക് ദിസ്. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള പരിചകൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയത്തില്ല, ഇല്ലേ? സോ ഇറ്റ്സ് ഡിഫറൻസ് ഇൻ സൈസ്. ഈവൻ എന്റെ കയ്യിലുള്ള പരിച, അതിന്റെ സൈസ് വേറെ ആർക്കും ഉണ്ടാകരുതെന്നുള്ള ഒരു ആഗ്രഹത്തിൽ അത് യുണീക്ക് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട്. അപ്പൊ വേദപുസ്തകത്തിലുള്ള ഒരു പരിചയേ അല്ല നമ്മുടെ കയ്യിലുള്ള ഒരു പരിചയം, അല്ലെ? അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഇതാണ്, ഇതൊരു ഉറച്ച മതില് പോലെ. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ ശത്രുവിന് കഴിയത്തില്ല. കാരണം he is not alone, അല്ലെ, she is not alone in the battle. യുദ്ധത്തിൽ ആ ആൾ ഒറ്റയ്ക്കല്ല. കാരണം പരിചകൾ തമ്മിൽ ചേർന്ന് മതിലുപോലെ നിൽക്കുന്നത് കൊണ്ട് അവർ ഒറ്റയ്ക്കല്ല. ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ദി ലിവിങ് ഫെയ്ത്ത് ആണ്, ജീവിക്കുന്ന വിശ്വാസമാണ്, വാഗ്ദാനങ്ങളിലും ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാത്താന്റെ ജ്വലിക്കുന്ന അസ്ത്രങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ ആയുധമാണ് വിശ്വാസം. വിശ്വാസം എന്ന പരിച. സ്തോത്രം. അപ്പൊ പൗലോസിന്റെ നാളുകളിൽ ഈ അസ്ത്രങ്ങൾ ജ്വലിക്കുന്ന തീയിൽ മുക്കിയിട്ട് ശത്രുവിന് നേരെ എറിഞ്ഞിരുന്നു. സാത്താൻ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും നുണകൾ, ദൈവദൂഷണ ചിന്തകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള വിദ്വേഷകരമായ ചിന്തകൾ, സംശയങ്ങൾ, പാപത്താൽ ജ്വലിക്കുന്ന ആഗ്രഹങ്ങൾ മുതലായ തീയമ്പുകൾ എറിഞ്ഞു വിടുമ്പോൾ
നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പരിചയാണെങ്കിൽ ഈ തീയുടെ അമ്പിന്റെ അകത്ത് അത് കത്തിപ്പോകും. അപ്പോൾ തടി കൊണ്ടുള്ളതും തുകൽ പൊതിഞ്ഞതും അമ്പുകൾക്കോ തീപന്തങ്ങൾക്കോ കെടുത്തുവാൻ കഴിയാത്ത ഒരു പരിച, അതിനെയാണ് വിശ്വാസം എന്ന പരിച. ദൈവത്തിലുള്ള ആശ്രയം, ജീവിക്കുന്ന വിശ്വാസം, ദൈവ വാഗ്ദത്തങ്ങളിൽ കർത്താവിന്റെ ശക്തിയിലുള്ള വിശ്വാസം, അത് നമുക്ക് വേണം. എപ്പോഴാണ് സാത്താൻ നമ്മുടെ നേരെ ഈ അമ്പുകൾ എറിയുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതിനാൽ നാം എപ്പോഴും വിശ്വാസത്തിൽ നടക്കുകയും വിശ്വാസത്തിന്റെ കവചം ഉപയോഗിക്കുകയും ചെയ്യണം. ഓക്കെ, ഞാൻ സമയം എത്ര വരെ എടുക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സമയത്തിന്റെയൊക്കെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇനി പെട്ടെന്ന് നിർത്തിക്കോളാം. സ്തോത്രം. അടുത്തത് ഹെൽമറ്റ്, 17-ാം വാക്യത്തിൽ രക്ഷയുടെ ശിരസ്ത്രം. അപ്പൊ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ആക്രമിക്കാൻ സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പൊന്നു ദൈവമക്കളെ, പൗലോസ് ഇതൊക്കെ അത്രയും കാലത്ത് പറഞ്ഞു വന്നപ്പോ നമ്മളൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഓരോ വിഷയങ്ങള്, ഇപ്പൊ ഹെൽമെറ്റ് മാത്രമാണെങ്കിൽ അത് ഒരു ദിവസത്തെ സ്റ്റഡി ആയിട്ട് നമ്മൾ എടുത്താലേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ പൗലോസ് എന്തെല്ലോ കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത രക്ഷയുടെ ശിരസ്ത്രം. അപ്പൊ ഒരു റോമൻ പട്ടാളക്കാരനാ മുമ്പിൽ നിൽക്കുന്നത്. മനസ്സിന്റെ ചിന്തകളെ ആക്രമിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു, ഹവ്വായെ തോൽപ്പിച്ചതുപോലെ, അല്ലെ? എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഭക്തിയും ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് നേരിട്ട് ചെന്നാൽ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാ ചോദിച്ചോ, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? എന്ന് പറയുന്നത് പോലെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ വഴിതെറ്റിക്കാൻ സാത്താൻ ശ്രമിക്കുമ്പം ദൈവമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എങ്കിൽ സാത്താൻ അതിന് കഴിയത്തില്ല. 2 പത്രോസ് 3:18 പറയുന്നത്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. ഇതിനോട് സമാനമായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിനവുകളെയും കാക്കും. എന്താ അതിന്റെ അർത്ഥം? ഇതേ ഒരു ആശയം തന്നെയാണ് പൗലോസ് അവിടെ പറയുന്നത്. ഹൃദയം ഒരു വാതിലാണ്. ഹൃദയം ഒരു മുറിയാണ്. ഹൃദയത്തിനൊരു വാതിലുണ്ട്. സോ ഈ വാതില് എന്നാ പറയുന്നത്, അടച്ച് സൂക്ഷിക്കുന്നത് ദൈവമാണെങ്കിൽ പിശാചിനകത്ത് കയറാൻ കഴിയത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ഈ വാൾ ദൈവം നൽകുന്നത് പോരാട്ടത്തിന്റെ ആയുധമാണ്. റോമൻ പട്ടാളക്കാരൻ തന്റെ അരക്കെട്ടിൽ ഒരു ചെറിയ വാൾ ധരിച്ചിരുന്നു. അത് പെട്ടെന്നുള്ള ആക്രമണത്തിനെതിരായിട്ട് ഉപയോഗിച്ചിരുന്നു. എബ്രായ ലേഖനം 4:12 ദൈവവചനത്തെ ഒരു വാളിനോട് ഉപമിക്കുന്നു. കാരണം അത് മൂർച്ചയുള്ളതാണ്. ഭൗതികമായ ഒരു വാൾ ശരീരത്തെ തുളച്ചു കയറുന്നത് പോലെ ദൈവവചനം എന്ന വാൾ ആന്തരിക മനുഷ്യനെ തുളച്ചു കയറാനും കഴിയും. വചനം നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയപ്പോൾ നമുക്ക് ഹൃദയത്തിൽ മുറിവേറ്റു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ഗത്സമന തോട്ടത്തിൽ അക്ഷരീകമായ ഒരു വാൾ ഉപയോഗിക്കാൻ പത്രോസ് ശ്രമിച്ചു. എന്നാൽ പെന്തക്കോസ്ത് ദിനത്തിൽ ആത്മാവിന്റെ വാൾ ഉപയോഗിക്കുവാൻ പൗലോസ് ശ്രമിച്ചപ്പോൾ അത് കൂടുതൽ പേരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്ന് പൗലോസ് മനസ്സിലാക്കി. ഇല്ലേ? ഒറ്റ വാൾ കൊണ്ട് പൗലോസിനൊരു മഹാപുരോഹിതന്റെ ദാസന്റെ കാതറക്കുവാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ ആത്മാവിന്റെ വാള് പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസ് ഉപയോഗിച്ചപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഒരു ശാരീരിക വാൾ എത്രയധികം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് തേഞ്ഞു തീരുന്നു, അതിന്റെ മൂർച്ച നഷ്ടപ്പെടുന്നു. എന്നാൽ ദൈവവചനം നാം ഉപയോഗിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അതിന് മൂർച്ച കൂടുന്നു. ഭൗതിക വാളിന് ഒരു പടയാളിയുടെ കൈ ആവശ്യമാണ്. എന്നാൽ ആത്മാവിന്റെ വാളിന് അതിൻ്റെതായ ശക്തിയുണ്ട്. കാരണം അത് ജീവനുള്ളതും ശക്തിയുമാണ്. ആത്മാവ് വചനം എഴുതി നാം വിശ്വാസത്താൽ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവ് വചനം കൈകാര്യം ചെയ്യുന്നു. ഒരു ശാരീരിക വാൾ മുറിവേൽപ്പിക്കാനും കൊല്ലാനും കഴിയുന്നു. അതേസമയം ആത്മാവിന്റെ വാൾ സുഖപ്പെടുത്താനും ജീവൻ നൽകാനും ഉതകുന്നു. ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു ചിത്രമാണ് നമുക്ക് നൽകി തരുന്നത്. സ്തോത്രം. അപ്പൊ ആത്മാവിന്റെ വാള്, അല്ലേ? വചനം അല്ല, എന്നാ പറയുന്നത്, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ വചനമാണ് എപ്പോഴും ജീവിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ ആ ഭാഗം വിടുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി ബെറ്റർ എക്സാമ്പിൾസ് എന്നേക്കാൾ പറയാനായിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവാണ് സത്യം, യേശുക്രിസ്തുവാണ് നമ്മുടെ നീതി, യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം, യേശുക്രിസ്തുവാണ് നമ്മുടെ വിശ്വസ്തത, യേശുക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസം സാധ്യമാക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം യേശുക്രിസ്തുവാണെന്ന് നാം ചിന്തിച്ചാൽ മതി. അപ്പൊ 1, ശത്രുവിനെ അറിയണം. 2, നമ്മുടെ ആയുധങ്ങൾ അറിയണം. 3, പ്രാർത്ഥനയാകുന്ന ഊർജം.
അപ്പൊ ഈ യുദ്ധക്കളത്തിൽ ഒരു ദൈവവിശ്വാസിയെ നിലനിർത്തുന്ന കാര്യങ്ങളാണ് ഇതൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. പ്രാർത്ഥനയാകുന്ന ഊർജം, കവചം ധരിക്കാനും വാളെടുക്കാനും ക്രിസ്തീയ സൈനികനെ പ്രാപ്തനാക്കുന്ന ഊർജമാണ് പ്രാർത്ഥന. നമ്മൾ എത്ര ശക്തരായാലും കഴിവുള്ളവരായാലും നമുക്ക് നമ്മുടെ ശക്തിയിൽ യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. അമാലേക്ക് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ മോശ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിപ്പോയി. യോശുവ താഴ്വരയിൽ യുദ്ധം ചെയ്തു. അമാലേക്കിനെ പരിചയപ്പെടുത്തുവാൻ രണ്ടും വേണ്ടി വന്നു. ഒന്ന് പ്രാർത്ഥിക്കുന്ന മോശ, രണ്ട് യുദ്ധം ചെയ്യുന്ന യോശുവ, രണ്ടും വേണ്ടി വന്നു. പർവ്വതത്തിൽ മോശയുടെ മധ്യസ്ഥതയും താഴ്വരയിൽ യോശുവയുടെ വാൾ പ്രയോഗവും. അപ്പോൾ പ്രാർത്ഥന ദൈവമക്കളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. യുദ്ധത്തോടൊപ്പം നമുക്ക് വേണ്ടുന്നത് പ്രാർത്ഥനയുമാണ്. പ്രാർത്ഥന വിജയത്തിനുള്ള ശക്തിയാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രാർത്ഥനയല്ല. സാത്താനെ പരിചയപ്പെടുത്തണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതും കൂടെ പറയുവാണ്. അതുകൂടെ പറഞ്ഞാണ് നമ്മൾ നിർത്തുന്നത്. ഒന്ന്, എപ്പോഴും പ്രാർത്ഥിക്കുക. ഇതിനർത്ഥം എല്ലായ്പ്പോഴും പ്രാർത്ഥന പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നല്ല. അതിജൽപ്പനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും, ഫോർ എവ്രിതിങ്, എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴും കർത്താവുമായി സഹവസിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നു എന്ന് നാം എപ്പോഴും പറയേണ്ടതില്ല. കാരണം നമ്മൾ അവന്റെ സന്നിധിയിൽ നിന്ന് അകന്നിട്ടില്ല. കാരണം നാം ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. ഒരു ക്രിസ്ത്യാനി എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം അവൻ എപ്പോഴും പ്രലോഭനങ്ങൾക്കും പിശാചിന്റെ ആക്രമണങ്ങൾക്കും വിധേയനാണ്. അപ്രതീക്ഷിതമായ ആക്രമണം ഇടപെടാതെ പ്രാർത്ഥിക്കാൻ മറന്ന ഒന്നിലധികം വിശ്വാസികളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനകളോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പ്രാർത്ഥനകളുണ്ട്. അപേക്ഷ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, നന്ദി പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി സാത്താനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ആയുധമാണ് നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന. ഞാൻ ആ ഭാഗം വിടുകയും. ഓക്കെ, ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കുക. പുത്രനിലൂടെയും ആത്മാവിലൂടെയും നാം പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്നതാണ് ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഫോർമുല. ആത്മാവിന്റെ ശക്തിയിൽ മാത്രമേ നമുക്ക് ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥവും ദൈവഹിതത്തിന് പുറത്തുള്ളതുമാകാം. ആത്മാവിൽ ശാന്തമായി പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ കൈ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാനും കഴിയണം. അപ്പൊ when we pray, we need to pray in the spirit. അപ്പൊ ആത്മാവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാകാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ ഞാൻ ഇവിടെ അങ്ങ് വിടുകയും. അല്ലെങ്കിൽ പറ്റുന്ന പ്രാർത്ഥന എന്നാന്ന് പറഞ്ഞാൽ മാനുഷിക പ്രാർത്ഥനയായിട്ട് മാറും. പിന്നീട് ജഡത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് മാറും. പിന്നീട് പ്രാർത്ഥനയുടെ ശൈലി മാറും. പിന്നീട് നമ്മുടെ ആവശ്യങ്ങളുടെ വലിയൊരു ലിസ്റ്റുകൾ മാത്രമായിട്ട് അത് മാറിപ്പോകും. ദൈവത്തിന് അവിടെ സ്ഥാനമില്ലാതെയായി പോകും. അടുത്ത ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക, നിരീക്ഷിക്കുക, ഒബ്സർവ്, ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയുന്നു. ഓക്കെ, നിങ്ങൾ വായിക്കുന്നെങ്കിൽ ആ ഭാഗവും കൂടെ ഞാൻ അങ്ങ് വായിച്ചു വിടുകയാണ്. അടുത്തത് തുടർമാനം പ്രാർത്ഥിക്കുക. സ്ഥിരോത്സാഹം എന്ന വാക്കിന്റെ അർത്ഥം അതിൽ ഉറച്ചു നിൽക്കുക, ഉപേക്ഷിക്കാതെ ഇരിക്കുക എന്നതാണ്. അപ്പൊ അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നത് ആദ്യകാല വിശ്വാസികൾ ഇങ്ങനെ തുടർമാനം സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹം എന്നതിനർത്ഥം നാം ദൈവത്തിന്റെ ഭുജം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്നല്ല, മറിച്ച് നാം അഗാധമായ ഉത്കണ്ഠയും ഭാരവും ഉള്ളവരാണെന്നും ദൈവത്തിന്റെ ഉത്തരം ലഭിക്കുന്നത് വരെ വിശ്രമിക്കാൻ കഴിയത്തില്ല എന്നും ആണ്. ദൈവം വിജയം നൽകുന്നതിന് തൊട്ടു മുമ്പ് നമ്മളിൽ മിക്കവരും പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു. ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹം എന്നതിനർത്ഥം നമ്മൾ ദൈവത്തിന്റെ കൈ വളച്ചൊടിച്ച് നമ്മുടെ കാര്യത്തെ കൊണ്ടുവന്ന് വലിപ്പിക്കുന്നു എന്നല്ല അർത്ഥം. നാം ഉത്കണ്ഠയുള്ളവരും ഭാരമുള്ളവരുമാണ്, കഴിവില്ലാത്തവരാണ്. ദൈവത്തിന്റെ ഉത്തരം ലഭിക്കുന്നിടം വരെ നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ എന്നാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നിടം വരെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിനു മുമ്പ് നാം നിർത്തരുത്. എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു മഹത്തായ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിലെ മറ്റംഗങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസ് പോലും എഫേസ്യരുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. പൗലോസിന് അങ്ങനെ ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്കും വളരെ ആവശ്യമായിരുന്നു. എന്റെ പ്രാർത്ഥന മറ്റൊരു വിശ്വാസിയെ സാത്താനെ പരാജയപ്പെടുത്തുവാൻ സഹായിക്കുമെങ്കിൽ ആ വിജയം എന്നെയും സഹായിക്കും. ഓക്കെ, അപ്പോ തന്റെ ആശ്വാസത്തിനോ സുരക്ഷിതത്തിനോ വേണ്ടി പ്രാർത്ഥിക്കാനല്ല, മറിച്ച് സാക്ഷ്യത്തിന്റെയും ശുശ്രൂഷയുടെയും ഫലപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പൗലോസ് എഫേസ്യരോട് ആവശ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു, ഓൾ ഗുഡ് തിങ്സ്. ബട്ട്
എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പ്രാർത്ഥന ശത്രുവിനെതിരായിട്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളല്ല പറയുന്നത് ശത്രുവിനെ ജയിക്കുവാൻ കഴിയേണ്ടതിന് ദൈവകൃപ ലഭിക്കേണ്ടതിനുള്ള പ്രാർത്ഥന. അതിന്റെ അവസാനമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രോത്സാഹനമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന് വായിച്ച്, നമ്മൾ ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത്, മറ്റു വിശ്വാസികൾ ഈ ആത്മീക പോരാട്ടത്തിൽ നമ്മോടൊപ്പം നിൽക്കുന്നു. പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. പൗലോസ് എഫേസ്യരെ പ്രോത്സാഹിപ്പിച്ചു. തിഹിക്കോസ് പൗലോസിന് ഒരു പ്രോത്സാഹനമായിരുന്നു. അവർക്ക് പ്രോത്സാഹനമായി പൗലോസ് തിഹിക്കോസിനെ എഫേസോസിലോട്ട് അയക്കുന്നു. അപ്പോൾ ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് പൗലോസ് മനസ്സിലാക്കി. ഏതൊരു നല്ല നേതാവിനും ലീഡറിനെയും പോലെ പൗലോസ് തന്റെ ലേഖനത്തിന്റെ അവസാനം തന്റെ ജനം അഭിമുഖീകരിക്കുന്ന ദുഷ്കരമായ സമയങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഏതൊക്കെയാ? അവർ സാത്താനെതിരെയാണ്. അവരുടെ പുരോഗതി തടയുവാൻ ശ്രമിക്കുന്ന ഒരു ശത്രു ഉണ്ട്. എന്നാലും ഈ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പൗലോസ് തന്റെ സുഹൃത്തുക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ശക്തിയിൽ ഈ പോരാട്ടത്തെ സമീപിക്കരുത്, എന്നാൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ഓർക്കുക. ഒരു യോദ്ധാവ് എന്ന നിലയിൽ ദൈവം തന്റെ ജനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ദൗത്യം നൽകുന്നു. അവൻ അവരുടെ സംരക്ഷകനാണ്, ദൈവം അവരുടെ പരിപാലകനാണ്, ദൈവം അവരുടെ ദാതാവാണ്, ദൈവം അവരുടെ വഴികാട്ടിയാണ്. ഈ യുദ്ധത്തിൽ ജയിക്കാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും ദൈവം തന്റെ സൈന്യത്തിന് നൽകുന്നു. നിൽക്കാനും ജയിക്കാനും വേണ്ടി ദൈവത്തിന്റെ മുഴുവനും ആയുധങ്ങൾ ധരിക്കാൻ പൗലോസ് തന്റെ വായനക്കാരോട് നിർദ്ദേശിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായി സേവിക്കുന്ന പൗലോസ് സൈന്യത്തിന് വേണ്ടിയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുക. ഓക്കെ, അപ്പോൾ വിജയിക്കാനുള്ള ഒരു തന്ത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആയുധങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊരു പദ്ധതിയും നമുക്ക് വേണ്ടി നൽകി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. നാം ഒരു ആത്മീക യുദ്ധക്കളത്തിലാണ്, നാം ഒരു കളിക്കളത്തിലല്ല. നാം വളരെ അവബോധമുള്ളവരായിരിക്കണം. ഒന്ന്, നമ്മുടെ ശത്രുവിനെ അറിയണം. അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ട്, നമ്മുടെ ആയുധങ്ങളെ നാം അറിയണം. സ്തോത്രം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇനി നാം കൂടി വരുന്നിടം വരെയും ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.